അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ല അയല മുളകിട്ടത്, അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ നല്ല ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ അത് 2 സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റൊരു പരിപാടികൾ ചെയ്യണം. അതായത് നമ്മൾ ഈ അയല ഒന്ന് വറുത്തിട്ട് കറി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് നമ്മുടെ ഉപ്പും പിന്നെ ഒരു ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് ഇതിലൊന്ന് പുരട്ടിയിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പുരട്ടി വെച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറക്കുന്ന ആ ഒരു നേരം കൊണ്ട് നമുക്ക് ചെയ്യേണ്ട ചെറിയ ഉള്ളി അത് നമ്മൾ തൊലി മാത്രം കളഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ മുറിച്ചിട്ടൊന്നുമില്ല. അത് നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ ഒത്തിരി അങ്ങ് ബ്രൗൺ ഇതാകുമൊന്നും വേണ്ട, ഒരു മീഡിയം ലെവലാകുന്നവരെ ജസ്റ്റ് ഒന്ന് നമുക്ക് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുരുമുളകും മഞ്ഞളും ഉപ്പും കൂടെ നമ്മളെല്ലാം മീനയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ അധികം നേരം വെക്കുന്നൊന്നുമില്ല, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, കാരണം ഇതിൻ്റെ അടുത്ത പരിപാടികൾ വേറെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. അപ്പോൾ അവിടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. നമ്മളൊരു 10-15 ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീൻ വറക്കാനുള്ള എണ്ണയും വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ ഒത്തിരി അങ്ങ് വറക്കുന്നില്ല, ഒരു മീഡിയം രീതിയിൽ വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉള്ളി കോരി മാറ്റി. അപ്പോൾ ഇനി അതിനകത്ത് നമുക്കൊരു തക്കാളിയാണ്. തക്കാളി നമ്മൾ മുറിക്കാതെ തന്നെയാണ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അത് നല്ല ചൂടുള്ള എണ്ണയില്ല, അപ്പോൾ അതിനകത്ത് തന്നെ കിടന്നൊന്ന് ജസ്റ്റ് അത് വാടി വരും. മുറിക്കാതാകുമല്ല, പെട്ടെന്ന് വാടി കിട്ടുകയും മുറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് അതിനകത്ത് ആ വെള്ളം നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ താമസം വരും. അത് മുറിക്കാതെ നമുക്കൊന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയാകുന്നുണ്ട്. നമുക്കൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ നമ്മൾ തക്കാളി നമ്മൾ റെഡിയായി വരുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടാണ് നമ്മളിതിൻ്റെ ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് അരയ്ക്കുന്ന സൗകര്യം. അപ്പം നമുക്ക് എളുപ്പം അരച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അരകല്ലൊക്കെയാണ് അരയ്ക്കുന്നതെങ്കിൽ ചതച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മിക്സിക്കകത്താകുമ്പോൾ നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം, അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട്, മതി, റെഡി ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമുക്കിതും കൂടെ കോരി മാറ്റാം. തീ ഇങ്ങനെ നിർത്തുക. എന്നിട്ട് നമുക്ക് ഉള്ളിയുടെ കൂടെ തന്നെ അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, നമ്മൾ തണുത്തിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇരിക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ മീനും റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മളത് മീനൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി ഇതാണ്ട് ചട്ടിക്കകത്താണ്. അപ്പോൾ ചട്ടി നമ്മൾ വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചെടുക്കാവേ. നമ്മളിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ആയിരിക്കും നമ്മൾക്ക് ഈ നാടൻ കറികൾക്ക് നല്ലത്, ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്വല്പം ഉലുവ ഇട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. അത് ഉലുവ പൊടിയാണെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഉലുവ പൊടി അല്ലാത്തതാണ് നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇനി ഇത് ചട്ടി ആയതുകൊണ്ട് ഇത് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഈ എണ്ണയൊന്ന് ആക്കിയണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ ചട്ടി ഇങ്ങനെ ചുമ്മാ വെക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കുറച്ച് വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഇഞ്ചി അത് ഒരു 1.5 ഇഞ്ച് നീളമുള്ളൊരു ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക്
സ്വല്പം വെളുത്തുള്ളിയും കൂടെ. ഇതൊരു 5 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. 5 അല്ലി നമ്മൾ ചെറിയ പീസുകളാക്കി അരിഞ്ഞതാണ്. അതോടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച ഗ്രേവി ഇല്ല നമ്മൾ നേരത്തെ തയ്യാറാക്കി, അതായത് നമ്മൾ ഉള്ളിയും മറ്റേ നമ്മുടെ തക്കാളിയും കൂടെ നമ്മൾ വഴറ്റിയെടുത്ത് അരച്ചെടുത്ത ആ ഗ്രേവിയാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് ഇതിന്റെ അകത്ത് ഇട്ടൊന്നും അത് മൂപ്പിച്ചെടുക്കണം. അപ്പൊ ഇനി അത് ചേർക്കാം നമുക്ക്. അപ്പൊ ഇനി നമുക്ക് ആ ഗ്രേവി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിന്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിക്ക് പച്ചമണം കാണത്തില്ല, പക്ഷെങ്കിൽ നമുക്കിത് നല്ല കൊഴുത്ത ഒരു കറിയായി കിട്ടാൻ വേണ്ടി, അതിന്റെ കളറും ഒക്കെ കിട്ടാൻ വേണ്ടി ഒന്ന് ഇച്ചിരൊന്ന് ഇളക്കണം നന്നായിട്ട്. കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചോണം. ഗ്രേവി ഇതാണ്ട നന്നായിട്ട് തിളച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിന് പച്ചമുളകും കാര്യങ്ങളൊക്കെ മാറി. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ എന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് എരിവിന് ആവശ്യത്തിന്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുരുമുളക് ചേർത്തിട്ടുണ്ടല്ലോ നമ്മുടെ വറുത്തതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയുണ്ട്, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി ചേർക്കാൻ പോകുന്നത്. അപ്പം അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നമുക്കൊന്ന്. അപ്പൊ ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളമയം കാര്യങ്ങളൊക്കെ വറ്റി തക്കാളിക്കകത്ത് ഉള്ള വെള്ളമയം എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു അങ്ങനെ ആയി കഴിഞ്ഞിട്ട് മാത്രം ഇത് ചേർത്ത് കൊടുക്കുക. അത് മുളക് പൊടി മല്ലിപ്പൊടി ഓരോന്നായിട്ട് അങ്ങ് ചേർത്താൽ മതി. ഇത് എല്ലാം അങ്ങ് ചേർക്കാം. ഇനി ഇതിന്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇളക്കണം. ഇപ്പൊ തീ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പൊടി ഇടുന്ന സമയത്ത് നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞ് ഒരു പരുവായി പോകും. ഇപ്പൊ നമ്മുടെ ഗ്രേവി നല്ല കളറൊക്കെ ആയിട്ടുണ്ട് സംഭവം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. അപ്പോൾ ഇതിന് പകരം വാളംപുളി വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ കുടംപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് സ്വല്പം വെള്ളം ഒഴിക്കണം. ഇത് കുറേശ്ശെ ഉണ്ടല്ലോ, വെള്ളം ചേർത്ത് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഗ്രേവിക്ക് കുറേ കൂടെ കൊഴുപ്പും കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ പൊടി കരിഞ്ഞു കരിഞ്ഞു പോകും. കാര്യം മൺചട്ടിയല്ലേ, മൺചട്ടിയല്ല ഏത് പാത്രമാണെങ്കിലും കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം, നമ്മൾ കരിയാതെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ സൈഡിലൊരു വെളുത്തുള്ളി കൂടി. ഇപ്പം നമ്മുടെ ഇനി ബാക്കിയുള്ള പുളിയുടെ വെള്ളം കൂടെ, ഇനി പുളിയുടെ വെള്ളം പുളിയും എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പുളിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് എത്രമാത്രം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം സംഭവം. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇത് നമ്മൾ 1 തണ്ട് കറിവേപ്പില ഇപ്പൊ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് കടുക് വറക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ആ ഒരു അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ആദ്യം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഉള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി അത് ഗ്രേവി ഒന്ന് തിളക്കണം. തിളച്ചിട്ട് വേണം നമുക്ക് മീൻ ഇട്ട്. അതിനുശേഷം ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് മീൻ ഇട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് സംഭവം. അപ്പോൾ നമുക്ക് ഇനി ഇതിന് ഉപ്പുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പ് വേണം. എരിയൊക്കെ ആവശ്യത്തിനുണ്ട്. ഒരു സ്വല്പം ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. 1 ടീസ്പൂൺ മതിയായിരിക്കും അല്ലേ? അത് ഉപ്പ് നമ്മൾ
ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അവസാനം നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇതാക്കാൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നല്ലിവിടെ ചിരിച്ചോണ്ടിരിക്കുന്ന ഈ മീനൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കറി നല്ലതായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ കറി മീനിട്ട് കൊടുക്കണം. നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്, വലിയതായിട്ട് ഫ്രൈ ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പോലും, പക്ഷെ നല്ലതായിട്ട് വെന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ മീനും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് വെക്കണം. അപ്പോൾ ഒരു തുണി ഞാനൊരു തുണി ഇട്ടിട്ട് ഒരു തട പിടിച്ചിട്ട് ഗ്രേവിയൊക്കെ എല്ലാത്തിൻ്റെ മേളിലുണ്ട്. ഇത് വെന്ത മീനും കൂടെ ആയതുകൊണ്ട് നമുക്കിട്ട് ഇളക്കാൻ പറ്റത്തില്ല, അതാണ് പൊടിഞ്ഞു പോകും. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഈ വാല കുളിപ്പിച്ചിട്ട് വെച്ചു. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കാര്യം ഇത് ഓൾറെഡി നമ്മുടെ മീൻ വെന്തതാണ്. അപ്പോൾ ഇനി ഒരുപാട് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 3-4 മിനിറ്റ് മതി മാക്സിമം. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. സംഭവം വെന്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കടുക് വറക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഏകദേശം ചൂടായി. പിന്നെ അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട്, നമ്മളിത് ഇത്ര കടുക് എടുത്തിട്ടുള്ളത് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ അന്തരീക്ഷം നല്ല ചൂടായതാണ്, പെട്ടെന്ന് ചൂടായി. കടുക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വറ്റൽമുളക്. അപ്പോൾ വറ്റൽമുളക് ഇടുമ്പോഴത്തേക്ക് എപ്പോഴും രണ്ടായിട്ട് മുറിച്ച് വേണം നമുക്ക് ഇടാനായിട്ട്, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ പൊട്ടും. നമ്മൾ ഒരു ചെറിയ മുളകാണ്, കുഞ്ഞു മുളക്, അതാണ് 2-3 ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് അത് കൂടെ ചെറിയ തീ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആയി സെക്കൻഡുകൾ ഉണ്ടല്ലോ സംഭവം റെഡിയാക്കി. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കറിവേപ്പില ഓഫ് ചെയ്തിട്ടിട്ടാലും മതി. കറിവേപ്പില ഇടുന്നത് അപ്പോൾ നമുക്ക് കണ്ട കടുക് വറുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് അപ്പോൾ നമ്മൾ മീനിൻ്റെ തീ അങ്ങ് നിർത്തിയായിരുന്നു. അതെല്ലാം റെഡിയായി നിർത്തി. എന്നിട്ട് ഇനി ഒരു ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചുറ്റിക്കണം. ഇപ്പോൾ എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചുറ്റിച്ച് വെക്കുക. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് കൂടെ നിന്ന് അടച്ചു വെക്കുക. തീയൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് അടച്ചു വെക്കുക. ആ ഒരു ആവിയൊക്കെ ഒന്ന് കയറി കടുക് വറുത്തതിലേക്ക് എല്ലാം ഒന്ന് റെഡിയായി. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അടിപൊളി. ഒന്ന് അതിൻ്റെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ വന്നിട്ടുണ്ടോ നോക്കട്ടെ. എരിയും നല്ല മുളകിട്ട മീൻകറി, നാടൻ മീൻകറി അടിപൊളിയായിട്ടുണ്ടോ? അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറക്റ്റാണ്. നമ്മൾ ഉപ്പും പുളിയും എരിയും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ മറ്റേ എന്താ നമ്മുടെ പത്തിരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. നന്നായി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മറ്റേ ഉള്ളിയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ വഴറ്റിയിട്ടൊന്ന് ചെയ്തു നോക്ക്. അതിന് തന്നെ വേണമെന്നില്ല, വേറെ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല, ചെയ്തു നോക്കും. ഇന്നലെ നമുക്ക് കിട്ടിയത് അയലയാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പെരുന്നാൾ ആശംസകളും ഇതോടൊപ്പം നമ്മുടെ അയലക്കരയുടെ കൂടെ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വേറൊരു വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo,
got a lot of shit to say, so I'ma do this every day. I'll be